ധാരാളം ഔലിയാക്കളുടെയും മഹാന്മാരുടെയും വലിയ അനുഗ്രഹീത നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അൽഹംദുലില്ലാഹ്, ഇവിടെ എല്ലാ മതസ്ഥരും തോളോട് തോള് ചേർന്നു നിന്ന് പ്രശ്നങ്ങളില്ലാതെ, അല്ലലുകളില്ലാതെ, അലട്ടലില്ലാതെ ഇപ്പോഴും വളരെ ഐക്യത്തിൽ മുന്നോട്ടു പോകുന്നത് ഒരു കാലത്ത് ഇവിടെയുള്ള പണ്ഡിതന്മാർ, ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന, കേരളത്തിൽ പ്രബോധനം നടത്തിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും, അതുപോലെ ഇന്ന് നേതൃത്വം നൽകുന്ന ഉലമാ, വന്യരായ ഖമറുൽ ഉലമാ അടക്കം ഉള്ള പണ്ഡിതന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പാതയാണ് നമ്മൾ ഓരോരുത്തരും അന്യമതസ്ഥരെയും മറ്റുള്ളവരെയും ഒക്കെ ബഹുമാനിച്ച് നല്ല ഐക്യത്തിൽ മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. മഹാന്മാരായ ആളുകൾ സ്വഹാബത്ത് ഈ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്തത് ഇവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നു എന്ന ബോധമുള്ളവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവനെയും ഒരു അന്യമതസ്ഥനെയും നമുക്ക് ചീത്ത പറയാൻ കഴിയില്ല. അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുസ്ലിമീങ്ങളായ ആളുകൾ, മഹാന്മാർ, പണ്ഡിതന്മാർ ഇവിടെ പടനയിച്ചിട്ടുണ്ട്. മഹാനായ ടിപ്പു സുൽത്താനിനെ പോലെയുള്ള, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവര് ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധാരാളം അധ്വാനിച്ചവരാണ്, കഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഐക്യത്തോടെ പോകണം, മതസൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നതാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം മാഷാ അല്ലാഹ് എക്കാലത്തും ആ ഐക്യവും ആ സന്തോഷവും കാത്തു സംരക്ഷിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ യാതൊരുവിധ ഭീകരവാദവും തീവ്രവാദവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥരെ ഇകഴ്ത്താനോ അവനെ തേജോവധം ചെയ്യാനോ ഒരു മുസ്ലിമും ഇന്നേ വരെ പോയിട്ടില്ല. ഇവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളും മുസ്ലിമീങ്ങളുമായിട്ട് നല്ല നിലയിൽ, നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്നവരാണ്. കാരണം നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പൂർവീകരായ ആളുകൾ കാണിച്ചു തന്ന പാത അതാണ്. അവരൊരു കാലത്ത് അങ്ങനെ ജീവിച്ചവരാണ്. മങ്ങാട്ടച്ചനും കോന്തുനായരും അവർ ഒന്നിച്ചു നിന്ന് ജീവിച്ചവരാണ്. ആ ഒരു പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ആചാരപരമായ കാര്യങ്ങളിൽ, അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ തയ്യപ്പാകും എന്നല്ല. അവരമ്പലത്തിലേക്ക് നമ്മൾ പോകൂല, നമ്മുടെ പള്ളിയിലേക്ക് അവരും വരേണ്ടതില്ല. അതേസമയം മാനസികമായിട്ട് നമ്മൾ ഒരിക്കലും ഭിന്നിച്ചു നിൽക്കുന്നവർ അല്ല, ഐക്യപ്പെട്ടു നിൽക്കുന്നവരും ആണ്. നമ്മൾക്ക് ഇസ്ലാമിന്റെ ആചാരം, അവർക്ക് ഹൈന്ദവ മതത്തിന്റെ ആചാരം. അവർക്ക് അമ്പലത്തിലേക്ക് പോകാം, അതിനൊരു മുസ്ലിമും തടയൂല. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതിന് ഇവിടെയുള്ള ഒരു ഹൈന്ദവനും തടയുന്നില്ല. അതാണ് മതസൗഹാർദ്ദം. അല്ലാതെ ആചാരങ്ങൾ തമ്മിൽ മിങ്കിളാകുന്നതിനെ അല്ല മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ചില ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓണം വരുന്ന സമയത്ത് പട്ടുസാരിയും ചുറ്റിയിട്ട് വെള്ള സാരിയും ചുറ്റിയിട്ട് ഇറങ്ങലാണ് എന്ന് ചില ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതല്ല കേട്ടോ ഉമ്മമാരെ മതസൗഹാർദ്ദം. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്.